സാർ, ഈ സ്വയംഭോഗം ചെയ്യുന്നതിനെ പറ്റി ധാരാളം മിഥ്യാധാരണകൾ ഇപ്പോൾ കേട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് ദാമ്പത്യ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? സ്വയംഭോഗം അഥവാ മാസ്റ്റർബേഷൻ, മെയിൽ ആൻഡ് ഫീമെയിൽ മാസ്റ്റർബേഷൻ, രണ്ടുപേർക്കും സ്വയംഭോഗം ചെയ്യാം. അത് വളരെ സ്വാഭാവികമായിട്ടും ഫിസിയോളജിക്കലുമായിട്ടും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ശരീരത്തിനും മനസ്സിനും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്വയംഭോഗം ചെയ്തുകൂടാ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. സ്വയംഭോഗം ചെയ്യുന്നത് ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ സ്വന്തം താല്പര്യപ്രകാരം ഒരു സെക്ഷൽ എനർജി റിലീസിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. ഒരു നാണയത്തിനെ പോലെ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. സ്വയംഭോഗത്തിൻ്റെ നല്ല വശമുണ്ട്, മോശവശമുണ്ട്. സ്വയംഭോഗം ചെയ്യുന്നതല്ല തെറ്റ്. സ്വയംഭോഗം അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട മറ്റ് കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോവുകയാണ് കൗമാരക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം. അല്ല, സ്വയംഭോഗം ചെയ്യുന്നത് പ്രോബ്ലം അല്ല. പലരും ചോദിക്കും, സ്വയംഭോഗം ചെയ്യുന്നത് കാരണമാണോ ഉദാഹരണക്കുറവ് വരുന്നത്, സ്വയംഭോഗം ചെയ്തിട്ടുള്ളത് കാരണമാണോ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടാണോ എനിക്ക് കുഞ്ഞുങ്ങളാവാത്തത്, കൗണ്ട് കുറയുന്നത്, ഇതൊക്കെ ഇഷ്ടംപോലെ ഡൗട്ട്സും മിത്സും ഉണ്ട്, മിഥ്യാധാരണകളുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല വാസ്തവം. സ്വയംഭോഗം ചെയ്യുന്നത് കാരണം ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. ദോഷമുണ്ടാവുന്നത് സ്വയംഭോഗത്തിന് അഡിക്റ്റഡ് ആയി പോകുമ്പോഴാണ്. പക്ഷേ അതിൽ പ്രശ്നം വരുന്നത് എന്ത് സ്വയംഭോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയിരിക്കും സെക്ഷുവലായിട്ടുള്ളൊരു ഉണർവ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സെക്ഷുവൽ ആക്ടിവിറ്റി നടക്കുന്നത്, ഫിസിക്കലായിട്ട് നടക്കുന്നത് ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ തൊടകൾക്കിടയിലാണെന്നുണ്ടെങ്കിലും സെക്സ് നടക്കുന്നത് ചെവികൾക്കിടയിലും ബ്രെയിനിനകത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സെക്ഷുവൽ തോട്ട് എന്നൊരു സാധനം മനസ്സിൽ വരുമ്പോൾ അതിന് ആക്കം കൂട്ടാനായിട്ട് ഓഡിയോ വിഷ്വൽ ടാക്ടൈൽ സ്റ്റിമുലേഷൻ, അതായത് എന്തെങ്കിലും കാണുകയോ ശ്രവിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുമ്പോഴാണ് അതിലോട്ടുള്ളൊരു കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്വയംഭോഗം ചെയ്യാനായിട്ട് ഈ വ്യക്തി, സ്ത്രീയോ പുരുഷനോ, എന്താശ്രയിക്കുന്നു എന്നുള്ളതിലാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഇന്ന് എല്ലാവരുടെയും പോക്കറ്റിൽ യഥേഷ്ടം പോണോഗ്രഫി, ഇറോട്ടിക് മെറ്റീരിയൽ എല്ലാം ഇൻ്റർനെറ്റ് ഫ്രീ ആയി അവൈലബിൾ ആയത്തോളം കാലം മുമ്പത്തെ കാലങ്ങളെക്കാളും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആർക്കും എന്ത് വേണം ആക്സസ് ചെയ്യാം. ഈ ഓവർ ഇൻ്റലിജൻസ് ഇൻ പോണോഗ്രഫി, അത് ഫോർ മാസ്റ്റർബേഷൻ, അതിലാണ് പ്രോബ്ലം വരുന്നത്. മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് കൊണ്ട് പേഴ്സേ അല്ല, പക്ഷേ അതിൽ നമ്മൾ എന്താശ്രയിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയൽ ഇസ് നോട്ട് റിയൽ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ കാണുന്നതല്ല ജീവിതത്തിൽ. ഇതിൽ നിന്ന് കാണുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് നോർമലാണെന്ന് വിചാരിക്കുകയും അതിൽ നിന്ന് കിട്ടുന്നൊരു ഉത്തേജനത്തിന് ശീലിക്കപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ റിയൽ ലൈഫിലൊരു പാർട്ട്ണറുമായിട്ട് വരുമ്പോൾ ബെഡ്റൂമിനകത്ത് അതേ ഉത്തേജനം പുള്ളിക്ക് വരാണ്ട വരുന്നത് വളരെ സ്വാഭാവികമാണ്. ഒരു ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പോ മറ്റോ പിക്ചറോ കണ്ടിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു ആളിനെ കുറിച്ച് സങ്കല്പിക്കുക. ഇതേ വ്യക്തിക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അടുപ്പിച്ച് ഒരേ വീഡിയോ ക്ലിപ്പ് തന്നെ വീണ്ടും വീണ്ടും മാസ്റ്റർബേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം ഈ വീഡിയോ ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാലും അയാൾക്ക് യാതൊരു ഉത്തേജനവും ഇല്ല എന്നൊരവസ്ഥ വരും. സോ ഒരു ഹെൽത്തി മാസ്റ്റർബേറ്ററി ഹാബിറ്റ് അത് സ്ത്രീക്കായാലും പുരുഷനായാലും ഫോളോ ചെയ്യാവുന്നതാണ്. മാസ്റ്റർബേഷൻ ചെയ്യുന്നത് തെറ്റല്ല. മാസ്റ്റർബേഷൻ ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാവുന്നില്ല. അത് അവനവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ അവനവൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് മാസ്റ്റർബേഷൻ. അത് ശരിയോ തെറ്റോ എന്ന് ആർക്കും വിലയിരുത്താൻ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ ഉള്ള ഒരു വസ്തുവല്ല മാസ്റ്റർബേഷൻ. അത് പേഴ്സണൽ റിലീസിന് വേണ്ടിയിട്ട് ഓരോരോ വ്യക്തികൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. പക്ഷേ എന്തതിനു വേണ്ടി ആശ്രയിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. സോ ഒരു ഹെൽത്തി മാസ്റ്റർബേറ്ററി ഹാബിറ്റ് എപ്പോഴും നല്ലതാണ്, പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കാണുന്നതെല്ലാം ഫാൻറ്റസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിൽ ധരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിനെയും ബാധിക്കാം. ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലും ഇതിന് 2 ആംഗിളും കൂടെ ഉണ്ട് രസകരമായിട്ടുള്ള. ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ ഭാഗമായിട്ടും കൂടെ വരും. ഈ മാസ്റ്റർബേഷനെ കുറിച്ച് ശരിക്കും ഒരു കുട്ടിക്കോ, ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കൊടുക്കേണ്ടത് സ്കൂൾ തലത്തിലാണ്, സ്കൂൾ സെക്സ് എഡ്യൂക്കേഷൻ്റെ സമയത്താണ്. വാട്ട് ഈസ് മാസ്റ്റർബേഷൻ, വാട്ട് ഈസ് എ ഹെൽത്തി മാസ്റ്റർബേറ്ററി ഹാബിറ്റ്, എവിടെ നിർത്തണം, വാട്ട് ഷുഡ് ബി യുവർ ലിമിറ്റ് എന്നുള്ളത് എപ്പോഴും ഒരു സ്കൂൾ കൗൺസിലിങ്ങിന് കൊടുക്കേണ്ട കാര്യമാണ്. മനസ്സിലായില്ലേ? ഇന്നും മാസ്റ്റർബേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ആൺകുട്ടികൾ ധാരാളമുണ്ട്. പെൺകുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത പെൺകുട്ടികളുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ ആൺകുട്ടികൾക്ക് പോലും ഇന്നും മാസ്റ്റർബേറ്റ് ചെയ്യാൻ അറിയാതെ വിവാഹ ജീവിതത്തിൽ കയറിയിട്ട് സെമൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയാത്ത ഒത്തിരി ആൾക്കാർ കാണാറുണ്ട്. സോ ഒരു ഹെൽത്തി മാസ്റ്റർബേറ്ററി ഹാബിറ്റ് എന്താണ് എന്നുള്ളത് ഒരു ടീനേജ് തൊട്ടോ ഒരു അഡോൾസൻ്റ് ലൈഫിലോ ഒരു പ്രോപ്പർ സ്കൂൾ സെക്സ് എഡ്യൂക്കേഷൻ വഴി തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം. മാസ്റ്റർബേഷന് മറ്റൊരു ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നല്ല വശം, നമ്മൾ മാസ്റ്റർബേഷൻ ഉപയോഗിക്കുന്ന എറോട്ടിക് മെറ്റീരിയൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന അവസരങ്ങളുണ്ട്. ഒരു കാലഘട്ടം വരെ, ഈ പുതിയ ബില്ലിൻ്റെ മുമ്പ് വരെ
ഒരു 5-6 വർഷം മുമ്പ് വരെ ഈ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിലെല്ലാത്തിലും നമുക്ക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ബീജം കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം മുറിയും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കളക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ട് പോയിട്ട് കളക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇല്ലാത്ത പക്ഷം കുറഞ്ഞത് അവിടെ എന്തെങ്കിലും ഒരു ടെലിവിഷനോ ഇറോട്ടിക് ആയിട്ടുള്ള മാഗസീൻസ് വരെ നമ്മൾ കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. എന്തിനാണ്? ആ പുരുഷന് സ്വയം ഭോഗം ചെയ്ത് സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന തലങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഒത്തിരിയുണ്ട്. ഇതല്ലാതെ സെക്സ് തെറപ്പിക്കകത്ത് നമ്മൾ പോണോഗ്രാഫിക് മെറ്റീരിയലും ഇറോട്ടിക് മെറ്റീരിയലും കപ്പിൾസിന് അഡ്വൈസ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നാണയത്തിനും 2 വശങ്ങളുണ്ട്. ഇതിൻ്റെ നിന്ന് ഒത്തിരി പഠിക്കാനും ഉണ്ട്. അത് മാസ്റ്റർബേഷൻ നമ്മൾ കപ്പിൾ തെറപ്പിയിൽ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. മ്യൂച്വൽ മാസ്റ്റർബേഷൻ എന്ന് പറയും. അതൊക്കെ സെക്സ് തെറപ്പിയുടെ ഓരോ സ്റ്റേജസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും മാസ്റ്റർബേഷനെ നമുക്ക് അടച്ചാക്ഷേപിക്കാനോ മാസ്റ്റർബേഷൻ പ്രോബ്ലം ഉള്ളൊരു കാര്യമാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഹെൽത്തി മാസ്റ്റർബേറ്ററി ഹാബിറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അതിലോട്ട് ഉപയോഗിക്കുന്ന ഉപാധികൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ ആശ്രയിക്കുന്നതിനെ സ്ട്രീംലൈൻ ചെയ്യുകയാണ് വേണ്ടത്. അതിലോട്ട് അമിതമായി ഡിപ്പെൻഡ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പലരും ഒരു മിഡ് ലൈഫ് ക്രൈസിസിൽ വരുമ്പോഴത്തേക്ക് അതിനോട് അമിത താല്പര്യം കാണിക്കുകയും പാർട്ട്ണറിനോട് മെനക്കെട്ട ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് മടി കാണിക്കുന്ന ഒരു സാഹചര്യവും വരാറുണ്ട്. സോ എപ്പോഴും ഒരു സെക്ഷൽ If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala.